നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,507 ദിവസമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലിദിനം എണ്ണി തുടങ്ങിയിട്ടുള്ളത്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷ കണക്കനുസരിച്ച് 1201 ആണ്ട് തുലാമാസം 7-ാം തീയതിയാണ്. ശകവർഷം 1947 കാർത്തിക മാസം 2-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഒക്ടോബർ മാസം 24-ാം തീയതിയാണ്. ഇന്ന് തിഥി വരുന്നത് തൃതീയ തിഥിയാണ്. ശുക്ലപക്ഷത്തിലെ തൃതീയയാണ്. രാത്രി 1:19 വരെയുള്ള സമയത്ത് തൃതീയ തിഥിയുണ്ട്. തുടർന്ന് ചതുർത്ഥി വരുന്നു. നക്ഷത്രം വരുന്നത് അനിഴം നക്ഷത്രമാണ്. അത് നാളെ ഉദയത്തിന് ശേഷവും ഉണ്ട്. 7:51 നാളെ ഉദയത്തിന് ശേഷം 7:51 വരെയുള്ള സമയത്ത് ഈ അനിഴം നക്ഷത്രം വരുന്നുണ്ട്. കരണം വരുന്നത് കഴുതകരണമാണ്. ഉച്ചയ്ക്ക് 12:03 വരെയുള്ള സമയത്താണ് കഴുതകരണം വരുന്നത്. നിത്യയോഗം സൗഭാഗ്യനാമ നിത്യയോഗമാണ്. നാളെ വെളുപ്പിന് 5:54 വരെയുള്ള സമയത്ത് സൗഭാഗ്യനാമ നിത്യയോഗം വരുന്നുണ്ട്. ഞാറ്റുവേല ചിത്തിര ഞാറ്റുവേലയാണ്. ശരത്ത് ഋതുവാണ്. ദക്ഷിണ അയനമാണ്. ഇന്ന് ദിവസം വെള്ളി ശുക്രൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:16 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 5:59 54 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 43 40 പകലിൻ്റെ ദൈർഘ്യമാണ് ദിനമാനം എന്ന് പറയുന്നത്. ഈ ഉദയാസ്തമയങ്ങളും ദിനമാനവും ഒക്കെ മധ്യ കേരളത്തിലാണ് പറയുന്നത്. ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം വടക്കോട്ടും തെക്കോട്ടും മാറുന്നതും ഉണ്ടാകുന്നതാണ്. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം വരുന്നത് രാവിലെ 10:40 തുടങ്ങി 12:08 വരെയുള്ള സമയത്താണ്. ഗുളികകാലം സംഭവിക്കുന്നത് രാവിലെ 7:44 തുടങ്ങി 9:12 വരേക്കുള്ള സമയമാണ്. യമകണ്ഠകാലം വരുന്നത് ഉച്ച കഴിഞ്ഞ് 3:03 തുടങ്ങി 4:31 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാകയാൽ വർജ്യങ്ങളാണ്. ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് 11:44 തുടങ്ങി 12:06 വരേക്കും. തുടർന്ന് മധ്യത്തിൽ 4 മിനിറ്റ് വർജിച്ചിട്ട് 12:10 മുതൽക്ക് 12:32 വരെയാണ്. 11:44 മുതൽക്ക് 12:32 വരെയാണ് അഭിജിത് മുഹൂർത്തം. അതിൽ മധ്യത്തിൽ സന്ധി 4 മിനിറ്റ് വർജിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ അഭിജിത് മുഹൂർത്തത്തിൽ മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്നേ ദിവസം ചെയ്തെടുക്കാനുണ്ടെങ്കിൽ ഈ അഭിജിത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് മേടക്കൂറുകാർക്കാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഷ്ടമത്തിൽ 8-ാം ഭാവത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകയാൽ ഇന്നത്തെ ദിവസം ഒരു ശുഭദിനമായിട്ട് എടുക്കാൻ സാധിക്കുന്നില്ല. അവർ പുതിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് തുടക്കം കുറിക്കുക, പ്രധാന യാത്രകൾ ഇതൊക്കെയും വർജിക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് അനിഴം നക്ഷത്രമാണ്. എല്ലാ തരത്തിലുള്ള ശുഭകർമ്മങ്ങൾക്കും വിധിച്ചിട്ടുള്ളതാണ് അനിഴം നക്ഷത്രം. വിവാഹം നടത്തുക, വ്രതം, യാത്ര, ശില്പം, രഥാദി പുതിയ വാഹനങ്ങൾ എടുക്കുക മുതലായിട്ടുള്ളവയ്ക്കൊക്കെയും അനിഴം നക്ഷത്രത്തിന് അനുകൂലമാണ്. തൃതീയ ആണ് തിഥി. ശുക്ലപക്ഷത്തിലെ തൃതീയ തിഥിയാണ്. അതിനും എല്ലാ ശുഭകർമ്മങ്ങൾക്കും പ്രത്യേകിച്ച് അന്നപ്രാശനം നടത്തുക, സംഗീത വിദ്യാരംഭം നടത്തുക, സീമന്തം, മറ്റ് വിവാഹം മുതലായിട്ടുള്ള വാസ്തു എല്ലാ തരത്തിലുള്ള മംഗളകർമ്മങ്ങൾക്കും ഇന്നത്തെ ദിവസം പൊതുവെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. നമസ്കാരം.